ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് അറസ്റ്റിലായിരിക്കുകയാണ്. തന്ത്രിയുടെ അറസ്റ്റ് അല്പസമയം മുമ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി കോടതിയിൽ ഹാജരാക്കും. നമുക്ക് ഈ ഘട്ടത്തിൽ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ ഇതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി തന്ത്രിക്ക് കുരുക്കായി. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ മൊഴി തന്ത്രിക്ക് കുരുക്കായി. തന്ത്രി അവിടുത്തെ ഈ സ്വർണ്ണപ്പാളികളുടെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആ സംഘത്തിനൊപ്പം, അതായത് ഇപ്പോൾ അറസ്റ്റിലായ ഈ ക്രിമിനൽ ഗൂഢാലോചനയിൽ പങ്കെടുത്ത സംഘത്തിനൊപ്പം തന്ത്രിയുടെ റോളും വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ അന്വേഷണ സംഘത്തിന്റെ പക്കലുണ്ട്. ഈ പ്രതികളുടെ മൊഴി എന്നതിനപ്പുറത്തേക്ക്, പ്രതികൾ നൽകുന്ന മൊഴി വെച്ച് മാത്രം എന്തായാലും ഒരു കേസിൽ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതിനപ്പുറത്തേക്ക് തന്ത്രിയുടെ പങ്കാളിത്തം സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ SIT അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട പലരുടെയും മൊഴികൾ ഉണ്ട്, പ്രതികളല്ലാത്തവരുടെ മൊഴികളുണ്ട്. മറ്റു ചില രേഖാപരമായ തെളിവുകൾ, മെറ്റീരിയൽ എവിഡൻസ് അടക്കം തന്ത്രിക്കെതിരെ ഉണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത്. SIT ആണ് തന്ത്രിക്കെതിരെ എന്തൊക്കെ തെളിവുകൾ ഉണ്ട് എന്നതടക്കം കോടതിയെ അറിയിക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് മജിസ്ട്രേറ്റിന് മുൻപാകെ ഹാജരാക്കുന്ന ഘട്ടത്തിൽ അവർ നൽകുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ പ്രാഥമികമായ ചില സൂചനകളെങ്കിലും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകാം. അത്രമാത്രം ഈ ഘട്ടത്തിൽ പറയാൻ SITക്ക് ബാധ്യതയുള്ളൂ. ബാക്കി കോടതിയെ അവർക്ക് അറിയിക്കേണ്ട സമയത്ത് അറിയിച്ചാൽ മതി. അത് ഈ ഘട്ടത്തിൽ അങ്ങനെ ഏതെങ്കിലും വാർത്താ സമ്മേളനം നടത്തിയൊന്നും പറയേണ്ട ബാധ്യതയൊന്നും SITക്കില്ല. നേരത്തെ രാഹുൽ ഈശ്വർ എന്തോ പറഞ്ഞതുപോലെ ആ നിലയിലുള്ള ആവശ്യമൊന്നും SITക്കില്ല. പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കുമോ എന്നൊക്കെ നോക്കേണ്ടത് ഈ ഘട്ടത്തിലല്ല. അത് വിചാരണയുടെ ഘട്ടത്തിലോ പ്രതിയുടെ ജാമ്യാപേക്ഷ വരുന്ന ഘട്ടത്തിലൊക്കെ വേണമെങ്കിൽ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണി കോടതികൾക്ക് ആവശ്യമെങ്കിൽ നോക്കാവുന്നതാണ്. അതിനൊക്കെ സമയമെടുക്കും. SITക്ക് മുന്നിൽ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന എവിഡൻസ്, മെറ്റീരിയൽ എവിഡൻസ്, സാക്ഷിമൊഴികൾ, അതുപോലെ മറ്റു മൊഴികളുടെയൊക്കെ സാഹചര്യ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് പ്രതി ചേർത്തിരിക്കുന്നത്. അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നതേ ഉള്ളൂ. കൊല്ലം വിജിലൻസ് കോടതിയിലെ മജിസ്ട്രേറ്റിന് മുൻപാകെയാണ് തന്ത്രിയെ ഇന്ന് ഹാജരാക്കുന്നത്. രാത്രി തന്നെ ഹാജരാക്കും. ഒരുപക്ഷെ കോടതി അതിന്റെ റെഗുലർ സിറ്റിംഗ് അവസാനിക്കുകയാണെങ്കിൽ മജിസ്ട്രേറ്റിന്റെ വസതിയിലായിരിക്കും ഹാജരാക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഈ അറസ്റ്റ് എന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല. സ്വർണ്ണക്കൊള്ളയിൽ ഇതുവരെ അതിലെ ഭരണ നേതൃത്വത്തിന്, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റീവ് വിങ്ങിനായിരുന്നു റോൾ ഉണ്ടായിരുന്നത് എങ്കിൽ അവിടുത്തെ ആത്മീയ നേതൃത്വത്തിന്, ആചാരകാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട തന്ത്രിക്ക് ആ കൊള്ളയിൽ പങ്കുണ്ട് എന്നത് SIT ആദ്യമായി പറയുകയും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടയാളായ ആ സമയത്ത് ശബരിമലയുടെ താന്ത്രിക കർമ്മങ്ങൾക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന ആൾ തന്നെ അതിൽ പ്രതിയാവുകയും അറസ്റ്റിലാവുകയും ചെയ്തു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.